പ്രിയമുള്ളവരെ, വചനജ്വാല 1653 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് 11 ബുധനാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് പാതി നോമ്പില് എത്തി നിൽക്കുകയാണ്. എല്ലാവർക്കും പാതി നോമ്പിന്റെ മംഗളങ്ങൾ. ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 29 അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ഇന്ന് ശ്രവിക്കുക. പ്രവാസികൾക്കുള്ള കത്ത്. നബൂഖദ്നേസർ ജെറൂസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയ ശ്രേഷ്ഠന്മാർക്കും പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും ജനത്തിനും ജെറമിയ പ്രവാചകൻ ജെറൂസലേമിൽ നിന്നയച്ച കത്തിന്റെ പകർപ്പ്. യക്കോണിയ രാജാവും രാജമാതാവും ഷണ്ഡന്മാരും യൂദയായിലെയും ജെറൂസലേമിലെയും പ്രഭുക്കന്മാരും ശില്പികളും ലോഹപ്പണിക്കാരും ജെറൂസലം വിട്ടുപോയതിനു ശേഷമാണ് ഈ കത്തയച്ചത്. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ അടുത്തേക്ക് യൂദാ രാജാവായ സെദക്കിയ അയച്ചവനും ഹിൽക്കിയായുടെ പുത്രനുമായ ഗെമറിയായും ഷാഫാന്റെ പുത്രൻ എലാസായും വഴിയാണ് ഈ കത്ത് ബാബിലോണിലേക്ക് അയച്ചത്. കത്തിലെ സന്ദേശം ഇതാണ്: ജെറൂസലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി ഞാൻ അയച്ച സകലരോടും ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, വീട് പണിത് അതിൽ വസിക്കുവിൻ, തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ച് ഫലങ്ങൾ അനുഭവിക്കുവിൻ, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഞാൻ നിങ്ങളെ അടിമകളായി അയച്ചിരിക്കുന്ന നഗരങ്ങളുടെ സമാധാനത്തിനായി യത്നിക്കുവിൻ, അവയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ ക്ഷേമം അവയുടെ ക്ഷേമത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഇടയിലുള്ള പ്രവാചകന്മാരും പ്രശ്നക്കാരും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവരുടെ സ്വപ്നങ്ങളെ വിശ്വസിക്കരുത്. അവർ എൻ്റെ നാമത്തിൽ നിങ്ങളോട് പ്രവചിക്കുന്നത് വ്യാജമാണ്. ഞാൻ അവരെ അയച്ചിട്ടില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോണിൽ 70 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരുമെന്നുള്ള എൻ്റെ വാഗ്ദാനം നിറവേറും. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചു, ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് നമുക്ക് ബാബിലോണിൽ പ്രവാചകന്മാരെ തന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവിനെയും ഈ നഗരത്തിൽ വസിക്കുന്ന ജനത്തെയും നിങ്ങളോടുകൂടെ പ്രവാസത്തിലേക്ക് പോകാത്ത നിങ്ങളുടെ സഹോദരന്മാരെയും കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ
തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ എവുളോജിയൂസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. സ്പെയിനിലെ കോർദാവോ എന്ന സ്ഥലത്ത് ഒരു സെനറ്റർ കുടുംബത്തിൽ ജനനം. സുഹൃതം കൊണ്ടും പഠന സാമർഥ്യം കൊണ്ടും പ്രസിദ്ധിയാർജിച്ച എവുളോജിയോസ് ഒരു പുരോഹിതനായി തീർന്നു. സെമിനാരിയിലെ മുഖ്യ അധ്യാപകനുമായി പഠനവും ജാഗരണവും ഉപവാസവും പ്രാർത്ഥനയും ചേർന്ന ജീവിത ബാസുരമായിരുന്നു. അക്കാലത്ത് മുഹമ്മദിനെ പുച്ഛിച്ച് സംസാരിച്ചതിനാൽ ഭീകരമർദ്ദനമുണ്ടായി. ലയോക്രീഷ്യ എന്ന മുസ്ലിം കന്യക രഹസ്യമായി ക്രിസ്തുമത തത്വങ്ങൾ പഠിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവരുടെ മാതാപിതാക്കന്മാർ പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നൽകാത്തതുകൊണ്ട് എവുളോജിയൂസും സഹോദരിയും കൂടി ഒളിവിൽ അവളെ പാർപ്പിച്ചു. ഇതറിഞ്ഞ അവരുടെ മാതാപിതാക്കന്മാർ സാരസന്മാരുടെ രാജാവിന്റെ മുൻപിൽ ഹാജരാക്കി ശിരസു ഛേദിക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചു. വധസ്ഥലത്തേക്ക് ആനയിക്കുമ്പോൾ ഒരു ഭൃത്യൻ ഒരു കരണത്തടിച്ചപ്പോൾ ഉടനെ മറുകരണം കാണിച്ച് അവിടെയും അടി വാങ്ങിക്കുകയും പീഡനങ്ങൾക്കൊടുവിൽ 859 മാർച്ച് 11 അത്യന്തം പ്രസന്നതയോടെ ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു. അവിടുത്തെ ആർച്ച് ബിഷപ്പിന്റെ മരണത്തെ തുടർന്ന് ബിഷപ്പായി തെരഞ്ഞെടുത്ത കാലത്താണ് അഭിഷേകത്തിന് മുൻപ് എവുളോജിയൂസ് വധിക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, ധീര രക്തസാക്ഷിയായ വിശുദ്ധ എവുളോജിയൂസിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസവും പാതി നോമ്പിന്റെ ആശംസകളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.